നമ്മളൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായാലും ആ വീഡിയോ ആണ് ഇത്. നമുക്ക് ഐശ്വര്യമായിട്ട് ട്രാൻസ്പെറൻറ്റ് പൗച്ച് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണിത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ എഡിറ്റിങ്ങിൽ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ മാറ്റം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോഴാണെങ്കിൽ കുറേ ക്രാഫ്റ്റ് ചാനൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ ചാനലിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ ഈ ട്രാൻസ്പെറൻറ്റ് പൗച്ചിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്കിതിൻ്റെ മുകളിൽ കുറേ വാഷി ടേപ്പൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ, കറക്റ്റ് സമയത്തിന് വാഷി ടേപ്പ് അങ്ങോട്ട് തീർന്നു കിട്ടി. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ സോപ്പാണ്. ഇതും ഒരു സമയത്ത് നല്ലോണം ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ്. സോപ്പ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിൽ ഞാൻ ഇതിന് മുമ്പേ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് പാളിയിട്ട് പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് ഇത്. അല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല, യൂട്യൂബിൽ വേറെ ക്രിയേറ്റേഴ്സ് ചെയ്തത് കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതേ മെത്തേഡ് തന്നെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു പേപ്പർ സോപ്പ് കട്ട് ചെയ്തപ്പോൾ കുറച്ചധികം ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഞാനിത് കട്ട് ചെയ്ത് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, ആ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. കണ്ടോ സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിനെ ഒന്ന് ആഡംബരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പേപ്പർ സോപ്പ് എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. സോറി, അതിൻ്റെ മുകളിലല്ല, കാർഡ്ബോർഡിൻ്റെ മുകളിൽ. അപ്പം നമ്മുടെ പേപ്പർ സോപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള മെമ്മോ പാഡ് ഉണ്ടാക്കാം. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് മെമ്മോ പാഡ്. എക്സാം ടൈമിലൊക്കെ നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇത്. പിന്നെ എൻ്റെ കൈകൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ക്ലിപ്സിൽ മൈലാഞ്ചി ഇട്ടിട്ടും ചില ക്ലിപ്സിൽ മൈലാഞ്ചി ഇടാണ്ടുമാണ് ഉള്ളത്. പിന്നെ ചിലതിൽ നെയിൽ പോളിഷ് ഉണ്ട്, ചിലതിൽ നെയിൽ പോളിഷ് ഇല്ല, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ലിപ്സ് എല്ലാം ഒരുമിച്ച് എടുത്തതല്ല, ഓരോ സമയത്തായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇത്. അതായത് 1-2 സാധനം ഒരു ദിവസം ഉണ്ടാക്കി വെക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 2-3 സാധനം ഉണ്ടാക്കുന്നത്. അല്ല, ഇത്രയും കുട്ടിക്കാര്യങ്ങളൊന്നും ആരും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ 1-2 മാസം മുന്നേ എന്നോടൊരു കുട്ടി ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ലോങ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ലോങ് വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ബിഗ് സോറി. ഇങ്ങനെ ലേറ്റ് ആക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ മെമ്മോ പാഡിൻ്റെ ബേസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പേപ്പേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ വാളിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടൈപ്പ് മെമ്മോ പാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പേപ്പേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മോ പാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ? എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെക്കണമെന്ന് വിചാരിച്ചതാണ്, അതായത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് അവസാനമായി പോയത് കണ്ടത്. പിന്നെ ഇത് മൊത്തത്തിൽ മാറ്റാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചു അവസാനം തന്നെ ഇരിക്കട്ടെ എന്ന്. ചെയ്ത് വന്നപ്പോൾ ഇതെനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഭയങ്കര സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് തപ്പി എടുത്തിട്ടാണ് ഞാനിതിൽ വരച്ചിട്ടുള്ളത്. പക്ഷെ എന്താ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പീസ് പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. പിക്ചേഴ്സിനായിട്ട് പിൻട്രസ്റ്റ്, ഗൂഗിൾ, അതുപോലെ കുറേ ആപ്സ് ഉണ്ട്. അത് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വരച്ചെടുക്കുകയോ ചെയ്യുക. പിന്നെ കുറച്ച് ബോർഡേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് അടിപൊളിയാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അതായത് സ്കൂള്, ക്ലാസ്, ഡിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പെൻ മേക്ക് ഓവറാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ കാണാൻ രസമില്ലാത്ത പെന്നൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മൈൻഡിൽ വന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ആദ്യം ഞാൻ വേറെ എന്തോ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഗ്രീനിൻ്റെ ഈ ഒരു ഷെയ്ഡ് കിട്ടി. ഈ ഒരു ഷെയ്ഡ് കിട്ടിയപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു ഡിസൈനാണിത്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പെയിൻറ്റ് ടേബിൾ മേലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഒരു പേപ്പർ വിരിച്ചിട്ടുള്ളത്. പാതിരാത്രി 12 മണിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോന് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
ഇത് വരച്ച് വന്നപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ചെറീസ് ആണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഈ വലിയ 2 ചെറി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെന്നുമ്മലേക്കാക്കുമ്പോൾ അധികം കാണാനുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഈ സെയിം ഡിസൈനാണ് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ചെറീസ് വരയ്ക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ പെയിൻറ് ചെയ്തെടുത്ത പേപ്പർ നമ്മുടെ പെന്നിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഡബിൾ സൈഡഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ഫെവിക്കോളോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി ഇതിനൊരു ക്യാപ്പും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതും കൂടി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചെയ്ത 5 ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഏത് ഐറ്റമാണെന്നുള്ളത് പറയാൻ മറക്കണ്ട. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.